നീ എൻ്റെ സങ്കേതവും നീ എൻ്റെ കോട്ടയും നീ എൻ്റെ പ്രാണനാഥൻ നീ എൻ ദൈവം നീ എൻ്റെ സങ്കേതവും നീ എൻ്റെ കോട്ടയും നീ എൻ്റെ പ്രാണനാഥൻ നീ എൻ ദൈവം. ആരാധിക്കും ഞാൻ പൂർണ്ണ ഹൃദയമോടെ, തേടും നിൻമുഖം ജീവകാലമെല്ലാം, സേവിച്ചിടും ഞാനെൻ സർവവുമാ അടിയനിതാ. ആരാധിക്കും ഞാൻ പൂർണ്ണ ഹൃദയമോടെ, തേടും നിൻമുഖം ജീവകാലമെല്ലാം, സേവിച്ചിടും ഞാനെൻ സർവവുമാ അടിയനിതാ. അടിയനിതാ ഈശോ, അടിയനിതാ ഈശോ, അടിയനിതാ ഈശോ, അടിയനിതാ. നമ്മുടെ ജീവിതങ്ങൾ തമ്പുരാന്റെ കരങ്ങളിൽ ഭരമേൽപ്പിച്ചുകൊണ്ട് ഈ ദിവ്യകാരുണ്യത്തിൽ ഈശോ എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് വിശ്വസിച്ചുകൊണ്ട് ഒന്നുകൂടെ നമുക്ക് എല്ലാവർക്കും ചേർന്ന് പാടി പ്രാർത്ഥിക്കാം. അടിയനിതാ ഈശോ, അടിയനിതാ ഈശോ, അടിയനിതാ ഈശോ, അടിയനിതാ. സ്നേഹമുള്ള ദൈവമക്കളെ, സങ്കീർത്തകൻ തൻ്റെ 62-ാം സങ്കീർത്തനത്തിൽ പ്രകാരം പറയുന്നുണ്ട്: മകനെ, മകളെ, നിന്റെ ജീവിതത്തിൽ ആശ്വാസദായകനായി, നിന്റെ സങ്കേതമായി, നിന്റെ അഭയശിലയായി, നിന്റെ കോട്ടയായി ദൈവം മാത്രമേ ഉള്ളൂ. സ്നേഹമുള്ള ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ നാം മനുഷ്യരുടെ പിന്നാലെ ആശ്വാസം തേടി നടക്കേണ്ടവരല്ല. കർത്താവിൻ്റെ തിരുമുമ്പിൽ വന്ന് കർത്താവിൻ്റെ ഹിതപ്രകാരം കർത്താവിൻ്റെ ശക്തി സ്വീകരിച്ച് നമ്മുടെ ജീവിതങ്ങൾ ക്രമപ്പെടുത്തേണ്ടവരാണ്. നമ്മുടെ ഏത് പ്രശ്നത്തിലും ഇടപെടുവാൻ കഴിവുള്ളവനാണ് ഈ ദിവ്യകാരുണ്യനാഥനായ ഈശോ. സങ്കീർത്തകൻ അതുകൊണ്ടല്ലേ പാടിയ ഈരടികൾ നമ്മളിപ്പോൾ പാടിയത്. കർത്താവ് എൻ്റെ സങ്കേതമാണ്, എൻ്റെ കോട്ടയാണ്, എൻ്റെ പരിചയാണ്, എൻ്റെ അഭയശിലയാണ്. ഈ ദിവ്യകാരുണ്യത്തെ നോക്കിക്കൊണ്ട് കരങ്ങൾ നെഞ്ചോടൊന്ന് ചേർത്ത് വെച്ച്, ഈശോ എൻ്റെ കൂടെയുണ്ട്, എനിക്ക് എൻ്റെ അഭയശിലയായ ഈശോ കൂടെയുണ്ട്, എൻ്റെ രക്ഷകനായ ഈശോ കൂടെയുണ്ട്, എൻ്റെ വൈദ്യനായ ഈശോ കൂടെയുണ്ട്, ആശ്വാസകനായ ഈശോ കൂടെയുണ്ട്. ഈ ഒരു ബോധ്യത്തോടു കൂടി നമുക്കൊന്ന് ചേർന്ന് പാടി ആരാധിക്കാം. നീ എൻ്റെ രക്ഷകനും നീ എൻ്റെ വൈദ്യനും, നീ എൻ്റെ ആലംബവും, നീ എൻ ദൈവം. ഒന്ന് ചേർന്ന് ആരാധിക്കാം. ആരാധിക്കും ഞാൻ പൂർണ്ണ ഹൃദയമോടെ, തേടും നിൻമുഖം ജീവകാലമെല്ലാം, സേവിച്ചിടും ഞാനിൻ സർവവുമായി അടിയനിതാ. കരങ്ങൾ ഉയർത്തി, അടിയനിതാ ഈശോ, അടിയനിതാ ഈശോ, അടിയനിതാ ഈശോ, അടിയനിതാ
അടിയനിതാ ഈശോ അടിയനിതാ ഈശോ അടിയനിതാ ഈശോ അടിയനിതാ ഈശോ അങ്ങയുടെ മകനിതാ അടിയനിതാ ഈശോ അങ്ങയുടെ മകളിതാ അടിയനിതാ ഈശോ അടിയനിതാ ഈശോ അടിയനിതാ ഈശോ അടിയനിതാ ഈശോ അടിയനിതാ ഈശോ അടിയനിതാ ഈശോ അടിയനിതാ അടിയനിതാ ഈശോ അടിയനിതാ ഈശോ പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അങ്ങയുടെ മക്കൾ വിളിച്ചപേക്ഷിക്കുമ്പോൾ അനുഗ്രഹവർഷം ചൊരിയുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം 28-ാം തിരുവചനത്തിൽ നാം കാണുന്നു, ഈശോയുടെ കുരിശിൻ ചുവട്ടിൽ അവൻ്റെ അമ്മ ഉണ്ടായിരുന്നു. സ്നേഹമുള്ള ദൈവമക്കളെ, ഇനി മുതൽ നിന്റെ ജീവിത സഹനങ്ങളിൽ നീ തനിച്ചല്ല. ഇനി മുതൽ നിന്റെ നൊമ്പരങ്ങളിൽ നീ തനിച്ചല്ല. നിന്റെ ജീവിത കുരിശുകളിൽ നീ തനിച്ചല്ല. കൂട്ടിന് സ്വർഗം നിനക്ക് നൽകിയ, ഈശോ നിനക്ക് നൽകിയ അവൻ്റെ അമ്മയുണ്ട്. കുരിശിൻ ചുവടിൽ തൻ്റെ അമ്മ നിൽക്കുന്നത് കണ്ടപ്പോൾ ആ അമ്മയെ ഈശോ നമുക്ക് പരമേൽപ്പിച്ചു യോഹന്നാനിലൂടെ. സ്നേഹമുള്ള ദൈവമക്കളെ, ഈ ഒരു ആരാധനയുടെ ആദ്യ നിമിഷങ്ങളിൽ തന്നെ സഹനങ്ങളിലൂടെ കടന്നു പോകുന്ന എല്ലാ ദൈവമക്കളെയും, രോഗങ്ങളിലൂടെ കടന്നു പോകുന്ന എല്ലാ ദൈവമക്കളെയും കുരിശിൻ ചുവട്ടിൽ നിന്ന പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുകയാണ്. അമ്മ മാതാവ് അത് ഈശോയ്ക്ക്, നമ്മുടെ സഹനങ്ങൾ ഈശോയ്ക്ക് സമർപ്പിക്കും. ഈശോ കുരിശിൽ ബലിയായപ്പോൾ ആ പരിശുദ്ധ കുർബാനയ്ക്ക് കുരിശാകുന്ന അൾത്താരിൽ ഈശോ മുറിയപ്പെട്ടപ്പോൾ ദൃക്സാക്ഷിയായി നിന്ന് കരങ്ങൾ കൂപ്പി ആ കുർബാനയ്ക്ക് ആമേൻ പറഞ്ഞവളാണ് പരിശുദ്ധ അമ്മ. സ്നേഹമുള്ള ദൈവമക്കളെ, എൻ്റെ ഒരു സുഹൃത്ത്, പ്രളയത്തിൽ വീട് നഷ്ടപ്പെട്ട സുഹൃത്ത് പങ്കുവച്ച ഒരു അനുഭവം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കട്ടെ. പ്രളയജലം വീട്ടിലേക്ക് ഇരച്ചു കയറിക്കൊണ്ടിരിക്കുകയാണ്. വീട് വിട്ടിറങ്ങാനായിട്ട് അവനൊട്ടും താല്പര്യമില്ല. എന്തെന്നാൽ ഇതുവരെ ഈ മനുഷ്യൻ്റെ വീട്ടിൽ വെള്ളം കയറിയിട്ടില്ല. പക്ഷേ വെള്ളത്തിൻ്റെ സ്ഥിതി ഇങ്ങനെ ഉയർന്നുയർന്നു വന്നുകൊണ്ടിരുന്നപ്പോൾ കൂട്ടുകാർ വന്നു, എടാ നീ ഇനി വീടും പിടിച്ചുകൊണ്ട് ഇവിടെ ഇരിക്കുകയാണോ?
നമുക്കിത് ഇട്ടേച്ച് പോകാം, അഭയാർത്ഥി ക്യാമ്പിലേക്ക് പോകാം, നീ ഞങ്ങളുടെ കൂടെ വാ. കിട്ടാവുന്ന സാധനങ്ങൾ എടുക്കാവുന്നത് മാത്രം കുറച്ചെടുത്ത് ഒരു കൊച്ചിനെ തോളത്ത് വെച്ച് മറ്റേ കൊച്ചിനെ കരങ്ങളിലും പിടിച്ച് ഭാര്യയോടൊപ്പം വീട് വിട്ടിറങ്ങുകയാണ്. അവൻ പിന്തിരിഞ്ഞു നോക്കുമ്പോൾ ജനൽപ്പാളികളെ മൂടി വെള്ളം കയറിക്കൊണ്ടിരിക്കുകയാണ്. അന്ന് അഭയാർത്ഥി ക്യാമ്പിലായിരുന്നു. അഭയാർത്ഥി ക്യാമ്പിൽ നിന്ന് അവൻ രാവിലെ തന്നെ ഉണരുകയാണ്. രാത്രി ഉറങ്ങിയോ ഇല്ലയോ എന്ന് അറിഞ്ഞുകൂടാ. രാവിലെ തന്നെ ഉണർന്നിട്ട് അവൻ അടുത്തുള്ള കുന്നിൻ ചെരുവിലേക്ക് ഓടി. പ്രഭാത സൂര്യൻ കിഴക്ക് ഉദിച്ച സമയത്ത് അവൻ അടുത്തുള്ള കുന്നിൻ ചെരുവിലേക്ക് ഓടുകയാ. എന്തിനാണെന്നറിയുമോ? തൻ്റെ വീടിൻ്റെ സ്ഥിതി എന്താണെന്ന് അറിയുവാൻ വേണ്ടി. ആ കുന്നിൻ ചെരുവിൽ നിന്ന് അവൻ തൻ്റെ വീടിരിക്കുന്ന പ്രദേശത്ത് നോക്കിയപ്പോൾ കൂട്ടുകാരൻ ഇപ്രകാരം എന്നോട് പറഞ്ഞത്, അച്ഛാ, ചങ്ക് തകരുന്ന കാഴ്ചയാ. എൻ്റെ വീടിന് മുകളിലൂടെ പ്രളയജലം ഒഴുകുന്നു. എൻ്റെ വീട് എവിടെയാണെന്ന് പോലും എനിക്കറിയാൻ പറ്റാത്തത്ര ഒരു സ്ഥിതി വന്നിരിക്കുകയാണ്. ഞാൻ അധ്വാനിച്ചതെല്ലാം, എൻ്റെ മക്കളുടെ സർട്ടിഫിക്കറ്റുകൾ, എൻ്റെ ഭാര്യയുടെ വസ്ത്രങ്ങൾ, ഞാൻ അധ്വാനിച്ച് വാങ്ങിച്ച TV, ഫ്രിഡ്ജ്, എല്ലാം ഒരു വസ്തു പോലും എടുക്കാനായിട്ട് എനിക്ക് സമയം കിട്ടി. എല്ലാം നഷ്ടപ്പെട്ടേച്ചാ. ഈശോയെ, എത്രമാത്രം കഷ്ടപ്പെട്ടിട്ടാണ് ഈ ഒരു വീടുണ്ടാക്കിയത്. ഓരോരോ സാധനങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ വാങ്ങിച്ചു കൂട്ടിയത്, എൻ്റെ കുടുംബത്തിലേക്ക് ഞാൻ കൊണ്ടുവന്നത്. ഇനി അതെല്ലാം ഒന്ന് സ്വരുക്കൂട്ടണമെങ്കിൽ ഒരു ആയുഷ്കാലം മുഴുവൻ വേണ്ട എന്ന് അവൻ പ്രാർത്ഥിക്കുകയാണ്. അവൻ പറയുകയാണ്, ഞാൻ കരഞ്ഞു, മഴയായതുകൊണ്ട് എൻ്റെ കണ്ണീര് എവിടേക്ക് പോയി എന്ന് ആർക്കും അറിഞ്ഞുകൂടാ. എന്നിട്ട് ഈ സഹോദരൻ പറയുക, അച്ഛാ, ഈ അഭയാർത്ഥി ക്യാമ്പ് ഞങ്ങൾക്ക് വേണ്ടി ക്രമീകരിച്ചിരുന്നത് ഞങ്ങളുടെ ഇടവക ദേവാലയത്തിലാണ്. ഇടവക ദേവാലയത്തിൽ അന്ന് വരെ ഞാൻ പോയിട്ടുള്ളത് കുർബാനയ്ക്കാണ്. പിന്നെ പൊതുയോഗം വല്ലതുണ്ടാകുമ്പോൾ അതിന് പോകും, അല്ലാതെ പള്ളിയിലേക്ക് നമ്മൾ പോയിട്ടില്ലല്ലോ. ഇന്നിതാ ഇടവക ദേവാലയത്തിലെ ക്യാമ്പിൽ ഞാനായിരിക്കുക. എൻ്റെ ഭാര്യയുണ്ട്, മക്കളുണ്ട്, ഒരുപാട് പേരുണ്ട് അവിടെ. ഭക്ഷണം കഴിക്കാനായിട്ട് ഞാൻ ക്യൂ നിൽക്കുക, പാത്രം പിടിച്ചുകൊണ്ട് ജയിൽ പുള്ളി നിൽക്കണ പോലെ. ആ ക്യൂ നിൽക്കുന്ന സമയത്ത് ഞാൻ പെട്ടെന്ന് ഓർത്തത്, വീട്ടിലാണെന്നുണ്ടെങ്കിൽ എൻ്റെ രുചിക്ക് അനുസൃതമായ ഭക്ഷണം എൻ്റെ ഭാര്യ എനിക്ക് ഒരുക്കി തരും. ഞാൻ എൻ്റെ രുചിക്കനുസരിച്ച് ഉപ്പോ മുളകോ എല്ലാം ക്രമീകരിച്ച് അവൾ ഒരുക്കി തരുന്ന രുചികരമായ ഭക്ഷണത്തെ ഞാൻ ഓർത്തു. മാത്രമല്ല, എന്താണ് വിളമ്പാൻ പോകുന്നത് വരെ എനിക്കറിയാമായിരുന്നു. പക്ഷെ ഇവിടെ ഉണ്ടല്ലോ അച്ഛാ, ഒരു സ്ഥിതി ഉണ്ടല്ലോ, നമ്മളിങ്ങനെ ഒരു പാത്രം പിടിച്ച് നിൽക്കുക, എന്താണ് വിളമ്പാൻ പോകുന്നത് എനിക്കറിയില്ല. ആ വരിയിൽ നിൽക്കുന്ന സമയത്ത് ഈശോ പഠിപ്പിച്ച പ്രാർത്ഥന, അച്ഛൻ പറഞ്ഞു, നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം, ഇടവകയിലല്ലേ ക്യാമ്പ്. സ്വർഗസ്ഥനായ പിതാവേ എന്ന് പറഞ്ഞ പ്രാർത്ഥന ചൊല്ലിപ്പം അതിൽ അന്നു വേണ്ടുന്ന ആഹാരം തരണേ എന്ന് ഞാൻ മനസ്സറിഞ്ഞ് എൻ്റെ ജീവിതത്തിൽ പ്രാർത്ഥിച്ചത് അന്നാണ് അച്ഛാ. എനിക്ക് കർത്താവിനോട് വല്ലാത്ത പരിഭവം തോന്നി. ദേവാലയത്തിലെ പ്രധാന കവാടത്തിൻ്റെ അരികിലായിട്ട് ഞാൻ അങ്ങനെ ചാരിയിരിക്കുക. ഈശോയോടന്ന് എനിക്ക് വല്ലാത്ത പരിഭവമായിരുന്നു. ഈശോയെ, എന്നോട് ഈ ചെയ്യണമായിരുന്നു. പണക്കാരൻ തോറുണ്ട്, അവർക്ക് പോയി കഴിഞ്ഞാൽ കുഴപ്പമില്ലല്ലോ, പക്ഷെ നീ എന്നോട് ഈ ചെയ്യണമായിരുന്നു. ഞാൻ അവിടെ ഇരുന്ന് കരഞ്ഞ് നോക്കിയത് അൾത്താരയിലെ ക്രൂശിത രൂപത്തിലേക്ക്. അൾത്താരയിലെ ക്രൂശിത രൂപത്തിലേക്ക് നോക്കിയപ്പോൾ ഈശോ എന്നോട് പറയണത് പോലെ എനിക്ക് തോന്നുകയും. ഈശോ എന്നോട് പറഞ്ഞു, മോനെ, നീ ഒറ്റയ്ക്കല്ലടാ, ഞാനുണ്ട് കൂടെ. എല്ലാം നഷ്ടപ്പെട്ടല്ല ഞാൻ ഈ കുരിശി കിടക്കണേ. ഈ ലോകത്തെ രക്ഷിക്കാൻ വേണ്ടി വന്നിട്ട് എല്ലാം നഷ്ടപ്പെട്ടു. ഉടുതുണി ഇല്ലാതെയാണ് ഞാൻ ഈ കുരിശി കിടക്കണേ. എനിക്കെല്ലാം നഷ്ടപ്പെട്ടു. നിന്റെ നൊമ്പരം എനിക്ക് മനസ്സിലാവൂടാ. നിനക്ക് നഷ്ടപ്പെട്ടതെല്ലാം, നിനക്ക് ആവശ്യമുള്ളത് ഞാൻ നിനക്ക് തിരിച്ചു തരും. ഞാനും ഒറ്റപ്പെട്ടവനാണ്, ഞാനും തിരസ്കരിക്കപ്പെട്ടവനാണ് എന്ന് കുരിശിൽ കിടന്നുകൊണ്ട് ഈശോയുടെ ഒരു ശബ്ദം കേൾക്കുക. ഇപ്പം പറയാം, എനിക്ക് ഈശോയോട് വല്ലാത്ത ഒരു ഇഷ്ടം അന്ന് തോന്നുകയാണ്, വല്ലാത്തൊരു ഇഷ്ടം തോന്നുകയാണ്. എന്നിട്ട് പിന്നീട് ഇവൻ പറഞ്ഞ പ്രകാരമാണ്, പ്രളയജലം ഇറങ്ങി, നാട്ടുകാരൊക്കെ വന്ന്, കൂട്ടുകാരും വന്ന്, എവിടുന്നോ അറിയാത്ത ആരൊക്കെ വന്ന് എൻ്റെ വീട് മൊത്തം ക്ലീൻ ചെയ്ത് തന്നു. എനിക്ക് ആവശ്യമുള്ള പല സാധനങ്ങളും പലരും സ്പോൺസർ ചെയ്തു തന്നു. അച്ഛാ, ഒരു പാഠം ഞാൻ പഠിച്ചു. നമ്മൾ സ്വരുക്കൂട്ടുന്നതൊന്നും നമ്മുടെ രക്ഷയ്ക്ക് വരില്ല. എൻ്റെ മൊബൈൽ ഫോൺ ഉണ്ടല്ലോ, ഒരാളെ വിളിക്കാൻ പോലും പറ്റിയില്ല, ചാർജ് ഇറങ്ങിപ്പോയി, കറണ്ടില്ല. അത്യാവശ്യ ഘട്ടത്തിൽ ഞാൻ ഉപയോഗിച്ചിരുന്ന എൻ്റെ കാറ് വെള്ളത്തിൽ മുങ്ങിക്കെടുക്കുക. എൻ്റെ അച്ഛാ, നമുക്ക് രക്ഷ എന്ന് പറഞ്ഞത് തമ്പുരാൻ മാത്രമേ ഉണ്ടാവുള്ളൂ, ഈശോ മാത്രമേ ഉണ്ടാവുള്ളൂ.
ആ കുരിശ് മാത്രമേ ഉണ്ടാവുള്ളൂ. സ്നേഹമുള്ളവരെ, നമ്മുടെ ജീവിതങ്ങളിൽ പ്രതിസന്ധി ഘട്ടങ്ങളിൽ നമ്മൾ തിരിയേണ്ട വ്യക്തി എന്ന് പറയുന്നത് ദൈവത്തിലേക്ക് തിരിയണം. ദൈവത്തോട് ചോദിക്കണം ചോദ്യങ്ങൾ. ദൈവത്തോട് ചോദ്യങ്ങൾ ചോദിച്ചിട്ട് വേണം നമ്മൾ കാര്യങ്ങൾ തീരുമാനിക്കുവാനായിട്ട്. അപ്പോൾ നമുക്ക് ഒരിക്കലും തെറ്റുപറ്റില്ല. ആ അമ്മയുടെ പ്രതിസന്ധിയിൽ ദൈവം ഇടപെട്ടതിൻ്റെ തെളിവാണ് ഈ ദിവ്യകാരുണ്യം. അമ്മയുടെ പുത്രനാണത്, ഈശോയാണത്. അതുകൊണ്ട് സ്നേഹമുള്ള ദൈവമക്കളെ, നിങ്ങൾ ആയിരിക്കുന്ന അവസ്ഥയിൽ തന്നെ ഇരിക്കുകയോ മുട്ടിന്മേൽ നിൽക്കുകയോ ഒന്ന് ചെയ്തുകൊണ്ട് നമുക്ക് മറിയത്തോട് ചേർന്ന് തന്നെ ആ ദൈവത്തിൻ്റെ പുത്രനായ ഈശോയെ നമുക്ക് ആരാധിക്കാം. ആർക്കാ ജീവിതത്തിൽ പ്രതിസന്ധി ഘട്ടങ്ങളില്ലാത്തത്? ആർക്കാ ജീവിതത്തിൽ തീരുമാനങ്ങൾ എടുക്കാൻ ബുദ്ധിമുട്ടില്ലാത്തത്? എല്ലാവർക്കുമുണ്ട്. എന്നാൽ ഈ ആരാധനയിൽ പരിശുദ്ധ അമ്മ നമ്മോട് കൂടെയുണ്ട്. അമ്മയുടെ പുത്രനായ ഈശോ കൂടെയുണ്ട്. കരങ്ങൾ കൂപ്പി ദിവ്യകാരുണ്യത്തെ തന്നെ ഉറ്റുനോക്കിക്കൊണ്ട് ഗായകനോട് ചേർന്ന് നമുക്ക് ആരാധനയുടെ ഈരടികൾ പാടി ഈശോയെ ആരാധിക്കാം. ദൈവത്തിനിഷ്ടമെന്നും എന്നുടെ പൊന്നിഷ്ടമായിടുവാൻ ദൈവകൃപ നിറഞ്ഞ് മറിയമേ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. ദൈവത്തിനിഷ്ടമെന്നും എന്നുടെ പൊന്നിഷ്ടമായിടുവാൻ ദൈവകൃപ നിറഞ്ഞ് മറിയമേ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. ആരാധന എന്നും ആരാധന, അമ്മയോടൊപ്പം എന്നും ആരാധന. പാടി പ്രാർത്ഥിക്കാം. ആരാധന എന്നും ആരാധന, അമ്മയോടൊപ്പം എന്നും ആരാധന. ആരാധന ആരാധന, അമ്മയോടൊപ്പം എന്നും ആരാധന. അമ്മയോടൊപ്പം എന്നും ആരാധന. ചേർന്ന് നമുക്കൊന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. യേശുവേ നന്ദി, ഹല്ലേലൂയ ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി സ്തുതിച്ച് പ്രാർത്ഥിച്ചാൻ വലത് കരം ദിവ്യകാരുണ്യത്തിലേക്ക് നീട്ടിക്കൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. യേശുവേ നന്ദി, പരിശുദ്ധാത്മാവേ നന്ദി. ഹല്ലേലൂയ. യേശുവേ നന്ദി. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം അതിന്റെ 32-ാം അധ്യായത്തിൽ 21-ാം വചനത്തിൽ പ്രകാരം പറയുന്ന വചനം: നീ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ നിന്റെ പിറകിൽ നിന്ന് നീ ഒരു സ്വരം കേൾക്കും, ഇതാണ് വഴി, ഇതിലേ പോവുക. സ്നേഹമുള്ള ദൈവമക്കളെ, ഈ ദിവ്യകാരുണ്യനാഥന്റെ ചങ്കോട് ജീവിതത്തിൽ പ്രതിസന്ധികൾ ഘട്ടങ്ങളിൽ കടന്നു പോകുന്ന ഓരോ മകനെയും മകളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഓരോ മകനും മകൾക്കും തക്കതായ തീരുമാനമെടുക്കുവാനുള്ള പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നൽകണമേ. ഒരിക്കലും തെറ്റിന്റെ വഴിയെ അവരെ കടത്തിവിടരുതേ. തെറ്റിന്റെ വഴിയെ സഞ്ചരിക്കുവാൻ അവർക്ക് അവസരം ഒരുക്കി കൊടുക്കരുത്. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഈ നിമിഷം നമ്മൾ ഒരു ബന്ധന പ്രാർത്ഥന പരിശുദ്ധ അമ്മയുടെ പ്രത്യേക മാധ്യസ്ഥം അപേക്ഷിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. അച്ഛനോട് ചേർന്ന് നിങ്ങളെല്ലാവരും ചേർന്ന് ഈ ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കണം. സംരക്ഷണ പ്രാർത്ഥനയാണ്. എല്ലാവരും ചേർന്ന് പ്രാർത്ഥിക്കുക. ചൊല്ലിത്തരുന്ന പ്രാർത്ഥന ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കുക. ഈശോയുടെ മരണക്കട്ടിലാകുന്ന തിരുക്കുരിശ് ഞങ്ങളുടെ 4 അതിർത്തികളിന്മേൽ നാട്ടി മുൾക്കിരീടം കൊണ്ട് വേലി കെട്ടി തിരുരക്തം കൊണ്ട് പൊതിഞ്ഞ് കോടാനുകോടി മാലാഖമാരെ ചുറ്റും നിർത്തി യാതൊരു അന്ധകാര ശക്തികളോ വ്യക്തികളോ എന്റെ ജീവിതത്തിലേക്ക് എന്റെ കുടുംബത്തിലേക്ക് കടന്നു വരാത്ത വിധം കർത്താവേ അങ്ങയുടെ ദിവ്യമായ സംരക്ഷണം എനിക്കും എന്റെ കുടുംബത്തിനും നൽകി അനുഗ്രഹിക്കണമേ. ആബാ പിതാവേ
അങ്ങയുടെ കരങ്ങളിൽ അങ്ങയുടെ കരങ്ങളിൽ ഞാൻ എന്നെ സമർപ്പിക്കുന്നു. ഞാൻ എന്നെ സമർപ്പിക്കുന്നു. ഞാൻ എന്നെ സമർപ്പിക്കുന്നു. ഞാൻ എന്നെ സമർപ്പിക്കുന്നു. പരിശുദ്ധ അമ്മയുടെ പരിശുദ്ധ അമ്മയുടെ സംരക്ഷണ കാപ്പയുടെ സംരക്ഷണ കാപ്പയുടെ തിരുനിഴലിൽ എന്നെ പൊതിഞ്ഞു സൂക്ഷിക്കണമേ. എന്നെ പൊതിഞ്ഞു സൂക്ഷിക്കണമേ. എന്നെ പൊതിഞ്ഞു സൂക്ഷിക്കണമേ. എന്നെ പൊതിഞ്ഞു സൂക്ഷിക്കണമേ. ഓ പ്രിയ പരിശുദ്ധാത്മാവേ, ഓ പ്രിയ പരിശുദ്ധാത്മാവേ, ഒരു മാതൃകരമെന്ന പോലെ ഒരു മാതൃകരമെന്ന പോലെ എന്നെ നയിക്കണമേ. എന്നെ നയിക്കണമേ. എന്നെ നയിക്കണമേ. എന്നെ നയിക്കണമേ. കരങ്ങളെ ഉയർത്തി ഒരിക്കൽ കൂടി സ്തുതിച്ച് ആരാധിക്കാം. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ ആരാധന. യേശുവേ അങ്ങയുടെ മക്കൾ അങ്ങേ ആരാധിക്കുന്നു. യേശുവേ അങ്ങയുടെ മക്കൾ അങ്ങേ സ്തുതിക്കുന്നു. യേശുവേ അങ്ങയുടെ മക്കൾ അങ്ങേ സ്നേഹിക്കുന്നു. യേശുവേ ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. മുട്ടുകുത്തി നിന്ന് കരങ്ങൾ കൂപ്പി തമ്പുരാൻ്റെ ആശീർവാദം നമ്മൾ ഈ നിമിഷം സ്വീകരിക്കുകയാണ്. ഒരിക്കൽ കൂടി നമ്മുടെ എല്ലാ നിയോഗങ്ങളും തമ്പുരാന് നമുക്ക് സമർപ്പിക്കാം. ലോകമെമ്പാടുമുള്ള എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സന്യസ്തർ, വൈദികർ, സമർപ്പിതർ, ജോലി ചെയ്യുന്ന നമ്മുടെ സ്ഥാപനം, വീട്ടിൽ നിന്നും വിദൂരത്ത് പഠിക്കുന്ന ജോലി ചെയ്യുന്ന വ്യക്തികളെല്ലാവരെയും സമർപ്പിക്കുന്നു. ഏറെ പ്രത്യേകമായി പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്ന ഓരോ മകനെയും മകളെയും ഈശോയെ അങ്ങ് ആശീർവദിക്കണമേ. കരങ്ങൾ കൂപ്പി ദിവ്യകാരുണ്യനാഥന്റെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. ഹോസാന, ഹല്ലേലൂയ, 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 ഹോസാന.